ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസ് 2 ചാപ്റ്റർ 4 ഗിഫ്റ്റ് ബോക്സിലെ വർക്ക് ബുക്ക് ആക്ടിവിറ്റീസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാം 100 റുപ്പീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡിഫറെൻറ്റ് വേസിൽ എഴുതണം. അപ്പോൾ അവിടെ രണ്ട് കോളംസ് അവിടെ ഫില്ല് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. ബാക്കിയുള്ള 4 കോളംസ് നമ്മൾ ഫില്ലാക്കണം. അതിലാദ്യം ഞാൻ എഴുതിയത് 520 റുപ്പീസ് ആണ്. എന്നുവെച്ചാൽ 5ൻ്റെ 20 റുപ്പീസ് 5 എണ്ണം എടുത്തു. അപ്പോൾ എന്തായി? 100 ആയി അല്ലേ. നെക്സ്റ്റ് കൊടുക്കുന്നത് 10 റുപ്പീസാണ്. 10 റുപ്പീസ് ഒരു 10 എണ്ണം എടുത്താൽ 100 ആയി. ആൻഡ് 25 റുപ്പീസ് 5 റുപ്പീസിൻ്റെ നോട്ടായാലും 5 റുപ്പീസിൻ്റെ നോട്ട് നിങ്ങൾ മുകളിൽ കാണുന്നില്ലേ? 5 റുപ്പീസിൻ്റെ നോട്ട് നിങ്ങൾ മുകളിൽ കാണുന്നില്ലേ? അപ്പോൾ 5 റുപ്പീസ് 20 എണ്ണം എടുത്താൽ എന്തായി? 20 നമ്പേഴ്സ് എടുത്താൽ 100 ആയി, 100 റുപ്പീസായി. അങ്ങനെ നോക്കിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ് നോക്കാം. അതിൽ പറയുന്നത് ഐ ഗോട്ട് ദി സെയിം 2 നോട്ട്സ്. അപ്പോൾ നോട്ട്സ് രണ്ടും സെയിം ആവണമെങ്കിൽ 50ൻ്റെ 2 നോട്ട്സ് ആയിരിക്കണം. അപ്പോൾ 50 + 50 നിങ്ങൾ കൊടുത്ത് കാണുന്നുണ്ടാവും അല്ലേ. നെക്സ്റ്റ് അവിടെ 5 നോട്ട്സ് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ 100 എങ്ങനെ നമുക്ക് 5 നോട്ട്സിലാക്കി എഴുതാം? അപ്പോൾ നേരത്തെ മുമ്പിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഐ ഗോട്ട് 6 നോട്ട്സ്. അപ്പോൾ 6 നോട്ട്സ് ആയിട്ട് എങ്ങനെ നമുക്ക് 100നെ എഴുതാം? അത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഐ ഗോട്ട് 150 റുപ്പീസ് നോട്ട്. അപ്പോൾ ആദ്യത്തെ നോട്ട് നിങ്ങൾ 15 തന്നെ എഴുതണം. ഇനിയുള്ള നോട്ട്സ് നോക്കിയിട്ട് ഒരു 20, 3 10 വെച്ചിട്ടാണ് എഴുതിയത്. അങ്ങനെ 100നെ എങ്ങനെ ഡിഫറെൻറ്റ് വേസിൽ എഴുതാമെന്ന് കുട്ടികൾക്ക് പഠിക്കാനാണ് ഇത്രയും ആക്ടിവിറ്റീസ് ഉള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഐ ഗോട്ട് 7 നോട്ട്സ്. അപ്പോൾ 7 നോട്ട്സിൽ ആയിരിക്കണം 100 കിട്ടുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞാൻ അവിടെ 3 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ 60 ആവും. പിന്നെ കൂടെ 4 10 റുപ്പീസും കൂടി എടുത്താൽ എന്തായി? 100 ആയി. അപ്പോൾ 7 നോട്ട്സും ആയി. അങ്ങനെ തന്നെ ഐ ഗോട്ട് 10 നോട്ട്സ് ആണെങ്കിൽ 10 നോട്ട്സ് എടുത്താൽ നമുക്ക് എന്തായി? 100 കിട്ടി. അപ്പോൾ ലാസ്റ്റത്തെ അതേപോലെ തന്നെ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട്. ആ നോട്ട്സ് എല്ലാം എത്ര എണ്ണം എടുക്കേണ്ടി വരും എന്നും കൂടി നോക്കണം 100 കിട്ടണമെങ്കിൽ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് മൈ ഫ്രണ്ട് ഫൗണ്ട്. നിങ്ങളെ ഫ്രണ്ട് എങ്ങനെയാണോ ചെയ്തത് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൽ ക്ലാസ് പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന ഈസി ആയിട്ടുള്ള ആൻസേഴ്സൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഡൗട്ടുള്ളത് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ കുറേ കോയിൻസ് തന്നിട്ടുണ്ട്. കോയിൻസ് വെച്ചിട്ട് നമുക്ക് എത്ര സംഖ്യകൾ എത്ര ഉണ്ടാക്കാൻ പറ്റും, എത്ര കോയിൻസ് വെച്ചിട്ട് എത്ര എമൗണ്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നോക്കണം. അതേപോലെ തന്നെ അവിടെ റുപ്പീസ് വെച്ച് ഉണ്ടാക്കി നോക്കുക. നെക്സ്റ്റ് പറയുന്നത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഒരു 85 റുപ്പീസിനെ എങ്ങനെ എഴുതാമെന്നാണ്. വാട്ട് ഐ ഫൗണ്ട്, ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു, എൻ്റെ ഫ്രണ്ട്. അപ്പോൾ 2 വേസിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ 85 കിട്ടണം. അപ്പോൾ എല്ലാവരും നോക്കുക വർക്ക് ബുക്ക്. ആൻഡ് കീപ്പ് വാച്ചിങ്. താങ്ക് യു.